നമ്മുടെ റിയൽ ലൈഫിൽ പറയാൻ പറ്റുന്ന കുറച്ച് നല്ല കിടിലൻ സെന്റൻസുകൾ ഒന്ന് നോക്കിയാലോ. ദാ പോരി, നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്. എന്താണ് ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്? എന്താ അർത്ഥം? ദാ കുറച്ച് ടെൻഷൻ ഉണ്ട്, കുറച്ച് ടെൻഷൻ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ ഒരു 4 ആളെ മുന്നിൽ ഒരു ചെറിയ സ്പീച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ എന്തോ ആയിക്കോട്ടെ എന്തിനെങ്കിലും വിളിച്ചു. സ്വാഭാവികമായിട്ടും മനുഷ്യനാണെങ്കിൽ ചെറിയൊരു പേടി കാണുമല്ലോ, അല്ലേ? അല്ല, എന്തു പറ്റി? നത്തിങ്, ഒന്നുമില്ല. ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്. അത് പറയണം. എന്താണ് ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്? ഇതൊരു 5 or 6 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, അല്ലേ? ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്. ഇനി ഇതൊന്നും പറയാനുള്ള അവസരം ഇല്ല എന്ന് മാത്രം പറയരുത്. ആകെ സമ്പാദ്യമായിട്ട് ഇതേ ഉള്ളൂ, അല്ലേ? നെർവസ്, പേടി, ടെൻഷൻ, ഇതെല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് പറയണം ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്. ആ സാഹചര്യം വരുമ്പോൾ എന്താ പറയുക? ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ കഴിയും, അല്ലേ? ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അടുത്താണ്, രണ്ടാമതാണ് ജസ്റ്റ് ഓവർ ദെയർ. ജസ്റ്റ് ഓവർ ദെയർ എന്താ അർത്ഥം? ദാ അവിടെ തന്നെ, അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, അതല്ല, അതെ, ബാത്റൂം എവിടെ? ബാത്റൂം ജസ്റ്റ് ഓവർ ദെയർ. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ പോകുന്നു. ഒരു വ്യക്തി നിങ്ങൾ ചോദിക്കുകയാണ്, അതെ, ലിഫ്റ്റ് എവിടെ? ലിഫ്റ്റ് ജസ്റ്റ് ഓവർ ദെയർ. ഇതിങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറയണം ജസ്റ്റ് ഓവർ ദെയർ, ജസ്റ്റ് ഓവർ ദെയർ. അതെ, ഇവിടെ എവിടെയോ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഓ, ജസ്റ്റ് ഓവർ ദെയർ, ജസ്റ്റ് ഓവർ ദെയർ എന്ന് പറയൂ. ജസ്റ്റ് ഓവർ ദെയർ, അല്ലേ? ഇതൊക്കെ നമുക്ക് എന്നും പറയാൻ കഴിയും, അല്ലേ? ജസ്റ്റ് ഓവർ ദെയർ, ജസ്റ്റ് ഓവർ ദെയർ, ജസ്റ്റ് ഓവർ ദെയർ. വീട്ടിലും പറയാം. വൈഫിന്ന് ചോദിക്കുകയാണ്, അല്ല, അതെവിടെ? ജസ്റ്റ് ഓവർ ദെയർ. അല്ലെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കുന്നു, അതെവിടെ? ജസ്റ്റ് ഓവർ ദെയർ, ജസ്റ്റ് ഓവർ ദെയർ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് വളരെ മനോഹരമായ ഒരു പ്രയോഗം കേട്ടോ. ഇതാണ് ഐ എം സോറി ഫോർ യുവർ ലോസ്. ഐ എം സോറി ഫോർ യുവർ ലോസ്. എന്താ അർത്ഥം? അർത്ഥം ഇതാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇത് നിങ്ങൾ പറയേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണ് ഇത് പറയേണ്ടത്. ഓക്കെ, എന്താണ്? മരണം. ഓക്കെ, ഐ എം സോറി ഫോർ യുവർ ലോസ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഗ്രാൻഡ് ഫാദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണ്, നിങ്ങൾ അവനെ കാണുന്നു. ഓക്കെ, അവൻ വളരെ ദുഃഖത്തിലാണ്, അറിയാം ആണല്ലോ. അപ്പോൾ അവനും വിചാരിക്കുന്നുണ്ടാവും, ഇത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും, അല്ലേ? അപ്പോൾ നമ്മളവനെ കാണുന്നു, അല്ലേ? ആ കാണുന്ന സമയത്ത് ഇത് പറയാം, ഐ എം സോറി ഫോർ യുവർ ലോസ് എന്ന് പറയാം, അല്ലേ? സാധാരണ നമ്മൾ അവിടെ ചെല്ലുന്നു, എന്ത് പറയണമെന്ന് അറിയില്ല, അല്ലേ? നമ്മൾ കാണുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ അതാണ് തലാട്ടും, ആംഗ്യാണ്. അതല്ല, നമ്മൾ അവിടെ ചെല്ലണം, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പറയാലോ. അവിടെ പറയാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണിത്. ഐ എം സോറി ഫോർ യുവർ ലോസ്, ഐ എം സോറി ഫോർ യുവർ ലോസ്, ഐ എം സോറി ഫോർ യുവർ ലോസ്, അല്ലേ? അവനിങ്ങനെ ദുഃഖിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ പറയണം ഐ എം സോറി ഫോർ യുവർ ലോസ്. അതേപോലെ. ഓക്കെ, അപ്പോൾ അതൊന്നൊരു വിഷയമല്ല, എന്താ പറയുക? അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഐ എം സോറി ഫോർ യുവർ ലോസ്. ഇതൊരു 5-6 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആരെങ്കിലും മരിക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. അത് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് ഐ എം സോറി ടു ഹിയർ ദാറ്റ്. എന്താണ് ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്നർത്ഥം? അത് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട് എന്നർത്ഥം. ഇപ്പം ഞാൻ പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ്, എടാ ഇന്നലെ എൻ്റെ ബൈക്ക് കളവ് പോയി. ഓ, ഐ എം സോറി ടു ഹിയർ ദാറ്റ്, ഐ എം സോറി ടു ഹിയർ ദാറ്റ്. എടാ ബിസിനസ്സിൽ നഷ്ടം വന്നു, ഐ എം സോറി ടു ഹിയർ ദാറ്റ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നഷ്ടങ്ങൾ വരില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാമെന്ന് അറിയാം? ഇത് പറഞ്ഞാൽ മതി, ഐ എം സോറി ടു ഹിയർ ദാറ്റ്, ഐ എം സോറി ടു ഹിയർ ദാറ്റ്. മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ എം സോറി ഫോർ യുവർ ലോസ്, ഐ എം സോറി ഫോർ യുവർ ലോസ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്, പെർഫെക്റ്റ്. ഇനി അടുത്തത് നിങ്ങൾ
എന്തെങ്കിലും തെറ്റ് ചെയ്തു വിചാരിക്കുക, തെറ്റല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണു അല്ലേ, താഴെ വീണു, പൊട്ടി എന്തെങ്കിലും ചെയ്തു, ആ സമയത്ത് സോറി പറയണ്ടേ? അങ്ങനെ സോറി പറയാതാ, ഐ എം സോറി ഫോർ ദിസ്, അല്ലെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് വീണു, എക്സ്ക്യൂസ് മീ, ഐ എം സോറി ഫോർ ദിസ്, ഐ എം സോറി ഫോർ ദിസ്, അല്ലെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. ഇതൊന്നും മക്കളെ, ഇതൊന്നും പറയാനുള്ള അവസരം ഇല്ലാതെ മാത്രം നിങ്ങൾ പറയരുത് അല്ലേ. ഇതേ ഉള്ളൂ. തെറ്റുകൾ അതേ സംഭവിക്കാറുള്ളൂ അല്ലേ, തെറ്റുകൾ മാത്രം സംഭവിക്കാറുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പറയാൻ പറ്റുന്നത് ഐ എം സോറി ഫോർ ദിസ്, അല്ലെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. ഇത് പറയുമ്പോൾ പതുക്കെ നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം. പെട്ടെന്ന് പറയരുത് ഐ എം സോറി ഫോർ ദിസ്. പതുക്കെ പറഞ്ഞത് ശീലിക്കുക. പതുക്കെ പറയുമ്പോൾ നമ്മുടെ പേടി മാറും, കോൺഫിഡൻസ് കൂടും, അങ്ങനല്ലേ. ഇപ്പോൾ നിങ്ങളെ സ്റ്റേജിൽ വിളിക്കുന്നു 4 വാക്ക് പറയാൻ വേണ്ടിയിട്ട്, സ്വാഭാവികമായിട്ട് മക്കളെ പേടി ഉണ്ടാവും, നെർവസ് ഉണ്ടാവുമല്ലോ, ടെൻഷൻ ഉണ്ടാവും. ടെൻഷനോ പേടിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ ഒരു സ്പീഡ് അത് ഡബിളാവും, ട്രിപ്പിളാവും, നല്ല സ്പീഡായിരിക്കും. അപ്പം നീ മനഃപൂർവ്വം എന്ത് ചെയ്യുക, മനഃപൂർവ്വം കൺട്രോൾ ചെയ്യുക, മനഃപൂർവ്വം കുറക്കുക. കുറച്ച് പറഞ്ഞു നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിരിക്കും. കുറച്ച് സമയം കൊണ്ട് തന്നെ, കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഉറപ്പാണ്, ചെയ്ത് നോക്കൂ. എവിടെ ആയിക്കോട്ടെ, അതൊരു ഇൻ്റർവ്യൂ, എവിടെ ആയിക്കോട്ടെ, പേടിയുണ്ടോ, കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങളുടെ ജസ്റ്റ് കൺട്രോൾ ചെയ്യുക, മനഃപൂർവ്വം കൺട്രോൾ ചെയ്യുക. അത് നടക്കുള്ളൂ. കാരണം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സംഭവമാണ്. മനുഷ്യനാണെങ്കിൽ പേടി ഉണ്ടാവും, സ്വാഭാവികമാണ്, അതല്ലേ. അപ്പം എന്താ, ഐ എം സോറി ഫോർ ദിസ്, ഐ എം സോറി ഫോർ ദിസ്. ഇതൊക്കെ പറയാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പറയാം നിങ്ങൾ. ഓക്കെ, ഇതൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇപ്പോൾ തന്നെ എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. അത് എടുത്തോളി, 1 2 3 4 5 എടുത്തോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. അടുത്താണ് വളരെ മനോഹരമായ സാഹചര്യങ്ങൾ. കേട്ടോളി, അടുത്ത് നമ്മൾ പറയാണ് ഗെറ്റ് മീ സം മോർ. ഗെറ്റ് മീ സം മോർ. ഗെറ്റ് മീ സം മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് കുറച്ചും കൂടി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി തരും എന്നർത്ഥം. എനിക്ക് കുറച്ചും കൂടി തരും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കൊണ്ടുപോകാൻ നടത്തും. അപ്പം നമ്മളെല്ലാവരും, ഓക്കെ, ഞാനും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കഴിച്ചുകൊണ്ട സമയത്ത് നമ്മുടെ ഭക്ഷണം എനിക്കിത് ഇഷ്ടമായി, പക്ഷെ ഇത് കഴിഞ്ഞു. അപ്പോൾ പറയാണ് എക്സ്ക്യൂസ് മീ, ഗെറ്റ് മീ സം മോർ, ഗെറ്റ് മീ സം മോർ. ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുക, എക്സ്ക്യൂസ് മീ, ഗെറ്റ് മീ സം മോർ. അല്ലെങ്കിൽ ചോറായിക്കോട്ടെ, പറയാം ഗെറ്റ് മീ സം മോർ, ഗെറ്റ് മീ സം മോർ. ഓക്കെ, ഇത് പലപ്പോഴും പറയാം. വെള്ളമായിക്കോട്ടെ, വെള്ളം കുടിച്ചു, എക്സ്ക്യൂസ് മീ, ഗെറ്റ് മീ സം മോർ, ഗെറ്റ് മീ സം മോർ. ഇതിന് ശേഷം വേണമെങ്കിൽ പറയാവുന്നതാണ് ഗെറ്റ് മീ സം മോർ വാട്ടർ, ഗെറ്റ് മീ സം മോർ റൈസ്. എന്ത് പറയാം, പറഞ്ഞൂടെ അല്ലേ? വീട്ടിൽ പറയാം, കഴിക്കുമ്പോൾ പറയാം, വൈഫിനോട് പറയാം, എക്സ്ക്യൂസ് മീ, ഗെറ്റ് മീ സം മോർ വാട്ടർ, ഗെറ്റ് മീ സം മോർ റൈസ്, ഗെറ്റ് മീ സം മോർ കറി. എന്തു പറയാലോ. പക്ഷെ ഇതൊക്കെ പറയണം. അങ്ങ് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ അങ്ങോട്ട് സേവ് ആവണം, കല്ല് പോലെ സേവ് ആവണം. അപ്പോഴാണ് സാഹചര്യത്തിൽ സെക്കൻഡ് പറയാൻ കഴിയുള്ളൂ. മക്കളെ പോലെ അടുത്താണ് ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ദാറ്റ്സ് ഇനഫ് ഫോർ മീ എന്നാണ്. ദാറ്റ്സ് ഇനഫ് ഫോർ മീ എന്ന് പറയൂ. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. എനിക്കത് മതി, അത്ര മതി, എനിക്കത് മതി, അല്ലെങ്കിൽ എനിക്ക് അത്ര മതി എന്ന് പറയണം. എനിക്കത്ര മതി, ദാറ്റ്സ് ഇനഫ് ഫോർ മീ. എവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ചോറ് അല്ലെങ്കിൽ ബിരിയാണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. That's enough for me. Excuse me. That's enough for me. That's enough for me. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. That's enough for me. ജ്യൂസ് എന്തും ആയിക്കോട്ടെ പറയാം. That's enough for me. That's enough for me. ഇതൊക്കെ സാഹചര്യം വരുമ്പോൾ പറയണം. അല്ല, അതിനൊക്കെ മടിയാണ്. മടി, പേടി, ചമ്മൽ, ഇതേ ഉള്ളൂ. സമ്പാദ്യമായിട്ട് ഇതേ ഉള്ളൂ. ബാങ്കിൽ ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇറങ്ങണം. നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ തന്നെ തീരുമാനിക്കുക, വേറെ ആരും കഴിയില്ല. നമ്മൾ സ്വയം മാറണം. പേടി, ചമ്മലൊക്കെ അതൊക്കെ പണ്ട് ഒഴിവാക്കണം. ഇറങ്ങണം കണ്ട്. ഓക്കെ, ഒരു പേടിയില്ലാതെ, ഒരു മടിയില്ലാതെ സംസാരിക്കുന്നേ. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു തവണ കണ്ടത് കൊണ്ടോ ഒരു തവണ പറഞ്ഞത് കൊണ്ടോ പൊന്നു മക്കളെ ഇത് പടിയില്ല. ഇതെങ്ങനെ പറയണം, പ്രാക്ടീസ് ശരിക്കും കൊടുക്കണം. ഓക്കെ, ഇനി ആരും ഇല്ലാന്നുണ്ടെങ്കിലോ സ്വയം പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയിലെ മുന്നിൽ നിന്നിട്ട് അല്ലേ, എത്ര പോലെ സമയം നമ്മൾ ചിലവാക്കാറുണ്ട് അല്ലേ. പറയുമ്പോൾ ദാറ്റ്സ് ഇനഫ് ഫോർ മീ, ജസ്റ്റ് എ ലിറ്റിൽ നെർവസ്, ജസ്റ്റ് ഓവർ ദെയർ,
സ്വയം ചോദിക്കുക, സ്വയം പറയാ, അത്രല്ലേ. ഇനി അടുത്താണ് ഇതാ കണ്ടോളികളെ, വളരെ പ്രധാനപ്പെട്ട അതുപോലെ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് ഇതാ. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. എന്താണ്? താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. എന്താണ്? താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. എന്നർത്ഥം ഇതാ, എന്നെ ഡിന്നറിന് ക്ഷണിച്ചതിന് നന്ദി എന്നാണ്. അല്ല, ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ള അർത്ഥം കൂടി ഇല്ലേ? ഇവിടെ കഴിക്കുക എന്നാണ് അർത്ഥം. ഇതാ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരും? അതെ, ഡിന്നറിന് എന്നെ കഴിച്ചതിൽ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഡിന്നറിന് എന്നെ കഴിച്ചതിൽ നന്ദി നായി, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഹാവിങ്ങിന് ശേഷം നമ്മൾ പേഴ്സൺ ആണെങ്കിൽ, ഹാവിങ് ശേഷം പേഴ്സൺ ആണെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് അത് ക്ഷണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. ഇതിങ്ങനെ പതുക്കെ ഒരു 5-6 തവണ ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. അപ്പം ഞാൻ നിങ്ങളെ ഡിന്നറിന് വിളിച്ചു, നിങ്ങൾ വന്നു, കഴിച്ചു. ഓക്കെ, ഇനി ആ സമയത്ത് ഡിന്നറിന് മുന്നേ എന്നെ കാണുകയാണെങ്കിൽ അപ്പോഴും പറയാം. അതല്ല, നിങ്ങൾ ആ സമയത്ത് മറന്നുപോയി, കുഴപ്പമില്ല, ഡിന്നർ കഴിച്ചു, നിങ്ങൾ തിരിഞ്ഞു പോകില്ല, ആ സമയത്തേക്ക് പറഞ്ഞുകൂടെ എന്ത്? എക്സ്ക്യൂസ് മീ, താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. പറയുമ്പോൾ പതുക്കെ സ്ലോ ആക്കിയിട്ട് പറയാം. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ എന്ന് പറഞ്ഞു. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. ഇതുപോലെ സാവധാനം പറഞ്ഞിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. അത് പറയാം, താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ, താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ, താങ്ക്സ് ഫോർ ഹാവിങ് മീ ഫോർ ഡിന്നർ. അങ്ങനെ ഒരുപാട് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഫ്ലുവൻസിയോട് കൂടി പറയാൻ കഴിയുന്നത്. ഓക്കെ, സാഹചര്യം വരുമ്പോൾ തെറ്റിപ്പോവില്ല. ഇനി അടുത്താണ് കണ്ടോളി. ഇതാ, പ്ലീസ് ഹാവ് മോർ. എക്സ്ക്യൂസ് മീ, പ്ലീസ് ഹാവ് മോർ. പ്ലീസ് ഹാവ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിക്കൂ എന്ന് പറയുകയാണ്. കുറച്ചുകൂടി കഴിക്കൂ. പ്ലീസ് ഹാവ് മോർ, പ്ലീസ് ഹാവ് മോർ, പ്ലീസ് ഹാവ് മോർ. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾ എന്നെ ക്ഷണിച്ചു, ഞാൻ വന്നു. അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ, അല്ലേ? അല്ലാതെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കുമോ? അല്ലെങ്കിൽ കൂടി എടുത്ത് വാരി കൂട്ടിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് പറയാം, സർ പ്ലീസ് ഹാവ് മോർ, പ്ലീസ് ഹാവ് മോർ, പ്ലീസ് ഹാവ് മോർ റൈസ്. ഇവിടെ നമുക്ക് പറയാം കേട്ടോ, പ്ലീസ് ഹാവ് മോർ റൈസ്, പ്ലീസ് ഹാവ് മോർ വാട്ടർ, പ്ലീസ് ഹാവ് മോർ ജ്യൂസ്, പ്ലീസ് ഹാവ് മോർ. ഇതൊന്നും പറയാനുള്ള അവസരം ഇല്ലാന്ന് മാത്രം പറയരുത്, അവസരമേ ഉള്ളൂ, വേറൊന്നുമില്ല, അല്ലേ? ആരോടും പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുക? ഇന്ന് നിങ്ങൾ വൈഫിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ കുട്ടിയോടോ പറയണമെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. പ്ലീസ് ഹാവ് മോർ, പ്ലീസ് ഹാവ് മോർ, പ്ലീസ് ഹാവ് മോർ. സിമ്പിളാണ്. ഇനി അടുത്തോണ്ടില്ല, ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു. ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു എന്നർത്ഥം. ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിനക്ക് കൂടുതൽ നല്ലത്, ഇതാണ് നിനക്ക് കൂടുതൽ നല്ലത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഹസ്ബൻഡിനോ വേണ്ടി നിങ്ങൾ പോവാണ്, ടെക്സ്റ്റൈൽസ് പോവാണ്, എവിടെയെങ്കിലും പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സെലക്ഷൻ നടത്തുകയാണ്. ആ സമയത്ത് ഇതിങ്ങനെ എടുത്തിട്ട് പറയാം, ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു. എന്താണ്? ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു. വാവ്, സൂപ്പർ. ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് എന്ന് പറയൂ. ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു. ഇതാണ് നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലത് കേട്ടോ. ദിസ് വൺ ഈസ് ബെറ്റർ ഫോർ യു. ഓക്കെ, ഇനി ഇതാ എടുത്തോട്ടോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കല്ലേ. എടുത്തല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്കാം. ദാ ഫൈൻ. ഇവിടെ കണ്ടോളി, എന്താണ്? ഐ ടേക്ക് ദിസ് വൺ. ഇവിടെ ഉണ്ടോ? ഐ വിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഐൽ എന്ന് പറയാം. ഐൽ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഐൽ എന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഐ വിൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഐ വിൽ ടേക്ക് ദിസ്, ഐ വിൽ ടേക്ക് ദിസ് വൺ. എന്താണ്? ഐ വിൽ ടേക്ക് ദിസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കുന്നതായി. ഇത് ഞാൻ എടുക്കാം. ഐ വിൽ ടേക്ക് ദിസ് വൺ, ഐ വിൽ ടേക്ക് ദിസ്. ഐ വിൽ ടേക്ക് ദിസ് വൺ. എക്സ്ക്യൂസ് മീ, ഐ വിൽ ടേക്ക് ദിസ് വൺ. നമ്മളിങ്ങനെ നോക്കി ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് പറയാണ്, എക്സ്ക്യൂസ് മീ, ഐ വിൽ ടേക്ക് ദിസ് വൺ. ഞാൻ ഇതെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കാമെന്നായി. ഐ വിൽ ടേക്ക് ദിസ് വൺ, അല്ലേ? എന്നും പറയാം. എന്നാ പറയാൻ പറ്റാത്ത അവസരം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞൂടെ? അതാണ് റിയൽ ലൈഫിൽ പറയപ്പെടുന്ന സെൻറ്റൻസുകളാണ്. ഇനി അടുത്താണ് എന്ത്? കണ്ടോളി, ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. എന്താണ്? ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ.
ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. എന്താ അർത്ഥം എന്നോ? അത് കേട്ടതിൽ വളരെ സന്തോഷം, അല്ലെങ്കിൽ അത് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ അർത്ഥം. ഓക്കെ, എന്നാണ് ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. അത് കേട്ടതിൽ സന്തോഷമുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ പരീക്ഷയിൽ പാസ്സായി. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. അതെ, എനിക്ക് ഇന്ന് എന്താ ശമ്പളം കിട്ടുന്നത്, എനിക്കിന്ന് ശമ്പളം കിട്ടി. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. എൻ്റെ അനിയൻ ഒരു കാർ വാങ്ങി. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. അല്ലേ? ഇതൊക്കെ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന വേർഡുകളാണ്, സെൻറ്റൻസുകളാണ്. പക്ഷെ പറയില്ല. എന്താ? മടിയാണ്, ചമ്മലാണ്. തെറ്റിപ്പോയാലോ? തെറ്റിപ്പോകുമെന്ന് പേടിച്ച് കഴിഞ്ഞാൽ മക്കളെ, ഈ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. തെറ്റണം, തെറ്റിനെ ഇഷ്ടപ്പെടണം, തോൽവിയെ ഇഷ്ടപ്പെടണം. കാരണം ഓരോ തവണ തോൽക്കുമ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, നമ്മൾ ഉള്ളിൽ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നു മക്കളെ, തെറ്റുമെന്ന് ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. തെറ്റുമെന്ന് പേടിച്ചിട്ട് സംസാരിക്കാതിരുന്നാൽ ആരും ദുനിയാവിൽ പറയില്ല, അല്ലേ? ഒരു ചെറിയ കുട്ടി വീഴുമെന്ന് പേടിച്ചിട്ട് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നടക്കുമോ? ജീവിതം നടക്കുമോ? നമ്മളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. എന്താ കാരണം? നമ്മൾ ഒരുപാട് തവണ വീണതാണ്. വീണ് അങ്ങനെ പെർഫെക്റ്റ് ആയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി, നിങ്ങളുടെ സ്പീക്കിംഗ് പെർഫെക്റ്റ് ആവണമെങ്കിൽ തെറ്റി പറയണം, വീണ്ടും പറഞ്ഞ് സ്വയം എന്താണ് അതങ്ങനെ ശരിയായി വരണം. ദാറ്റ്സ് കോൾഡ് ഫ്ലുവൻസി. മക്കളെ, അടുത്താണ് ഇനി അടുത്താണ് ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. ഇത് വീട്ടിൽ പലപ്പോഴും പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. അത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതിവിടെ കൊണ്ടുപോകാനായി. നിങ്ങളുടെ പേഴ്സോ ബെൽറ്റോ ഷൂവോ എന്തെങ്കിലും ആരെങ്കിലും എടുത്തു വീട്ടിൽ, അല്ലേ? എടുത്തു. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. മൊബൈൽ ആയിക്കോട്ടെ. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. അതിമനോഹരമായ ഒരു പ്രയോഗമാണ്, അല്ലേ? എപ്പോഴും പറയാം, ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. അത് ഇവിടെ കൊണ്ടുപോകടാ, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ എന്നായി. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ്. ഇനി അടുത്താണ് കണ്ടോളി, നമ്മുടെ 14-ാമത്താണ്. പുട്ട് ഇറ്റ് ഓവർ ദെയർ. അതവിടെ വെക്കുന്നു. അപ്പം നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ പേഴ്സോ ബെൽറ്റോ എന്തെങ്കിലും വീട്ടിൽ ആരെങ്കിലും എടുത്തു, വൈഫ് എടുത്തു, അല്ലെങ്കിൽ കുട്ടികളെടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് പറയാണ് പുട്ട് ഇറ്റ് ഓവർ ദെയർ. പുട്ട് ഇറ്റ് ഓവർ ദെയർ. എന്താണ്? പുട്ട് ഇറ്റ് ഓവർ ദെയർ. പുട്ട് ഇറ്റ് ഓവർ ദെയർ. പുട്ട് ഇറ്റ് ഓവർ ദെയർ, അല്ലെങ്കിൽ കീപ് ഇറ്റ് ഓവർ. എങ്ങനെ പറഞ്ഞാൽ മതി? പുട്ട് ഇറ്റ് ഓവർ ദെയർ. പുട്ട് ഇറ്റ് ഓവർ ദെയർ. എന്താണ്? സിമ്പിൾ. അത് അവിടെ വെക്കൂ, അല്ലെങ്കിൽ ഇത് അവിടെ വെക്കൂ എന്നർത്ഥം. പുട്ട് ഇറ്റ് ഓവർ ദെയർ എന്ന് പറയൂ. പുട്ട് ഇറ്റ് ഓവർ ദെയർ. അത് സ്ലോ പറയാം. പുട്ട് ഇറ്റ് ഓവർ ദെയർ. പുട്ട് ഇറ്റ് ഓവർ ദെയർ. കം ഓൺ, പുട്ട് ഇറ്റ് ഓവർ ദെയർ. സിമ്പിളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്താണ് നമ്മുടെ 15-ാമത്തെ അവസാനത്തെ സെൻറ്റൻസ് ആണ്. അതിമനോഹരമായ സെൻറ്റൻസ് ആണ്. ഷോ മീ അനദർ വൺ. ഷോ മീ അനദർ വൺ. ഒരുപാട് സാധനങ്ങളുണ്ട്, ഞാൻ നിങ്ങൾ കാണിക്കാണ്. ഇതെങ്ങനെയാ? നോക്കാം, ഇതെങ്ങനെയുണ്ട്? ഷോ മീ അനദർ വൺ. ഷോ മീ അനദർ വൺ. എന്താർത്ഥം? വേറൊന്ന് എനിക്ക് കാണിക്കൂ, അല്ലെങ്കിൽ വേറൊന്ന് എന്നെ കാണിക്കുന്നതാണ്. വേറൊന്ന് എന്നെ കാണിക്കൂ. ഷോ മീ അനദർ വൺ. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? ഷോ മീ അനദർ വൺ. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? ഷോ മീ അനദർ വൺ. ഷോ മീ അനദർ വൺ. ഓക്കെ. അപ്പോൾ ഇനി മക്കളെ, ഇതുപോലെയുള്ള അതിമനോഹരമായ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ പേജ് നമ്പർ 36 മുതൽ 42 വരെ, ഫ്രം 36 to 42, ഈ പേജുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. അതൊക്കെ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെൻറ്റൻസുകളുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുന്നു. എടുത്തല്ലോ. ഇനി ഇത് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് കാര്യമില്ല, പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ആരുമില്ലെങ്കിലോ സ്വയം ചെയ്യുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക, അഭിനയിച്ച് ചെയ്യുക. താങ്ക് യു എവരിവൺ.